പ്രഖ്യാപിച്ച പദ്ധതികൾ അനിശ്ചിതത്വത്തിൽ. സ്വന്തം ഓണറേറിയം ഉപയോഗിച്ച് റോഡ് നന്നാക്കി ജനപ്രതിനിധികൾ. സഞ്ചാരയോഗ്യമല്ലാതിരുന്ന ചാവടിനട വെണ്ണിയൂർ റോഡ് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് സ്വന്തം നിലയ്ക്ക് നന്നാക്കി ഗതാഗത സൗകര്യമൊരുക്കി. പ്രഖ്യാപിക്കപ്പെട്ട റോഡ് നവീകരണ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം നേരിട്ടതോടെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഇവർ എത്തിയത്. റോഡിലെ വെള്ളക്കെട്ടും തകർച്ചയും കാരണം കാൽനട യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ നിരവധി പേർക്കാണ് യാത്രാ ദുരിതം നേരിടേണ്ടി വന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ബ്ലോക്ക് മെമ്പർ അരുൺ അമൃത, പഞ്ചായത്ത് മെമ്പർ മിനി വേണുഗോപാൽ എന്നിവർ മുൻകൈയെടുത്ത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്നു. തങ്ങളുടെ ഓണർ ഏരിയത്തിൽ നിന്ന് തുക കണ്ടെത്തിയാണ് ഇവർ ഈ പ്രവൃത്തി നടത്തിയത്. 3 ലോഡ് കരിങ്കൽ പൊടി ഉപയോഗിച്ച് വെള്ളക്കെട്ടുള്ള ഭാഗങ്ങൾ നികത്തിയാണ് റോഡ് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കിയത്. ചില ചാനലിൽ വന്ന മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പ്രവൃത്തിയായിട്ട് ഒരു വാർഡ് മെമ്പറും 2 ബ്ലോക്ക് മെമ്പർമാരും കൂടെ മുന്നിട്ടിറങ്ങിയത്. ഇത് നമ്മുടെ തൊട്ടടുത്താണ് ചാവടിയുടെ സ്കൂൾ. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഇതുവഴി നടന്നാണ് പോകുന്നത്. അതോടൊപ്പം മറ്റ് പല സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകളും ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതുവഴി നടന്നോ വാഹനത്തിലോ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പിന്നെ ഈ 2 ബ്ലോക്ക് മെമ്പർമാരും ഒരു വാർഡ് മെമ്പറും കൂടെ ചേർന്ന് സ്വന്തം അവരുടെ ഓണറേറിയത്തിൽ നിന്നാണ് ഈ തുക എടുത്തുകൊണ്ട് ഇത് ചെയ്യുന്നത്. പഞ്ചായത്ത് മെമ്പർ പറയുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മഴക്കെടുതിയുടെ അടിസ്ഥാനത്തിൽ 10,000 രൂപ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു ലോഡിന് 15,000 രൂപയോളം ചിലവാക്കിയാണ് ഇതിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ലോഡ് ഇപ്പോൾ ഇറക്കി, അടുത്തൊരു ലോഡ് നാളെ വീണ്ടും വരും. അപ്പോൾ ഇത് നാട്ടുകാർക്ക് നടന്നു പോകാൻ വേണ്ടി ഒരു പ്രയത്നമാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ MLA സമീപിച്ചു. MLA ഈ റോഡിന് 1 കോടി രൂപ ഇട്ടിരിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഇവിടെ ഫ്ലക്സ് ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരുന്നു. പക്ഷെ അതിന്റെ നടപടിക്രമങ്ങളൊന്നും ആയില്ല എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇത് അഥവാ അനുവദിച്ചെങ്കിൽ തന്നെ ഈ വർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ നീണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലും നാട്ടുകാരുടെ നിരന്തരമായ സമ്മർദ്ദവും അഭ്യർത്ഥനയും മാനിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് ഈ പ്രദേശത്തെ ഈ ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് GTV ന്യൂസ് വാർത്ത നൽകിയതിനെ തുടർന്നാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് അടിയന്തരമായി ഇടപെടാൻ തീരുമാനിച്ചത്. ഒട്ടേറെ പേർ നിത്യേന ആശ്രയിക്കുന്ന റോഡാണിത്. GTV ന്യൂസ് വിഴിഞ്ഞം.